ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ്. അതിന് ഞാൻ ആവശ്യത്തിന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി, 1.5 സവാള. എന്നിട്ട് ഒരു ചട്ടി വെച്ച് ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാവുന്നതാണ്. ശകലം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, എന്ന് വെച്ചാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി ഞാൻ 2-3 തണ്ട് കറിവേപ്പിലയാണ് കഴുകിയതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതേപോലെ ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മസാലയ്ക്കുള്ള ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു സ്മെല്ല് മാറുമ്പോൾ ഒരു മണം വരും. ആ ടൈം വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം, പച്ചവെള്ളമല്ല, നല്ല ചൂടുവെള്ളം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ മസാല ചിക്കനിലേക്ക് പിടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ആഡ് ചെയ്താൽ മതി. കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ മസാലയുടെ ഫ്ലേവർ നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എരി ആവശ്യത്തിനുള്ളവർക്ക് എരി നോക്കിയതിന് ശേഷം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ ഒരു നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.